നമ്മൾ ഇന്ന് കുമ്പള അപ്പം ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കുമ്പള അപ്പം അല്ലേ എന്ന് വെച്ചാൽ ഈ സാധനം ഇത് വെച്ചിട്ടുള്ള അപ്പം. അപ്പോൾ ഇതിന് നല്ല ഇങ്ങനെ കുറേ ഇലകൾ നമ്മളിതെന്തോ വയണ ഇലയോ വയണ ഇല കുഞ്ഞമ്മ ആട്ടോ ഉണ്ടാക്കുന്നത്. കുഞ്ഞമ്മ ഒന്ന് റോളാക്കുന്നതാണ് കാണിച്ചിട്ട്. കാരണം ഇത്രയും റോളാക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ രണ്ടായിട്ട് ക്രോസ് ചെയ്യുക. അതിപ്പോൾ ആ രണ്ട് ഇലയും കൂടെ രണ്ടറ്റവത്തിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഈർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കാം. ഒന്നും വേണ്ട, പ്ലെയിൻ ഇല എടുക്കുക, രണ്ടെണ്ണം വെച്ചാക്കുക. അപ്പം അത് ഇലയെല്ലാം പറിച്ചിട്ട് വന്നിട്ട് ഇല നല്ല വൃത്തിയുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ കഴുകിയിട്ടായാലും കഴുകി ഉണക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ ഇലയിൽ എന്തെങ്കിലും പുഴു അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കേണ്ട. അപ്പോൾ ഇതൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു നല്ലൊരു 4 മണി പലഹാരമായിട്ട് യൂസ് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിതാട്ടോ. ഇത് ഗോതമ്പിലും ഉണ്ടാക്കും, അരിപ്പൊടിയിലും ഉണ്ടാക്കും. ഇന്ന് വന്നിട്ട് ഞങ്ങൾ അരിപ്പൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുഞ്ഞമ്മ ഇതെല്ലാം ഇങ്ങനെ ആക്കി ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഈ വയണയപ്പം ഉണ്ടാക്കുമ്പം ചെയ്യേണ്ട ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. ഡീസ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖിലാച്ചീന അമ്മയസിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എഗെയിൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഡെലിവർ നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വയണയപ്പം. ഞങ്ങളുടെ നാട്ടിൽ ട്രിവാൻഡ്രം സ്റ്റൈലിലാണ് വയണയപ്പം. എൻ്റെ പേരെന്താണ് പറയണമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. കൊല്ലത്തൊക്കെ പറയുന്നതിൻ്റെ പേര് വേറെയാണെന്ന് തോന്നുന്നത്. ഇത് വയണയില എന്ന് പറയുന്ന ഇല വെച്ചിട്ടുണ്ടാക്കുന്നത് ട്രഡീഷണൽ ആയിട്ടൊരു 4 മണി പലഹാരം അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മേൻ്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുവാണെങ്കിൽ ചാനൽ അഖിലാച്ചീന മൈസ്റ്റി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഇത് ശർക്കരയാണ്. ഇനി നമ്മൾ ശർക്കര പാനി ആക്കണം. അപ്പോൾ ശർക്കര പാനിക്ക് നമ്മൾ കുറച്ച് ശർക്കര എടുത്ത് അതിനകത്ത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാനിയാക്കി എടുക്കുവാണേ. ഞാനിപ്പോൾ ഫ്ലെയിം വന്നിട്ട് സിമ്മി ഇട്ടിരിക്കുവാണ്. ഇതിലേക്ക് ഈ ശർക്കരയൊക്കെ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അരിപ്പൊടി എടുത്തു, അതിലേക്ക് കുറച്ച് ലേശം ഉപ്പിൻ്റെ വെള്ളം. അപ്പോൾ നമുക്കിതിനകത്ത് ഉപ്പും മധുരവും ബാലൻസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്തുള്ളൂ. നമ്മുടെ ശർക്കര ഉരുകിയ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം ഈ അരിപ്പൊടിയുടെ മാവിനകത്ത് മൊത്തത്തിൽ മിക്സ് ആവണം. അപ്പം കുറുക്കിയിട്ടല്ല ആക്കുക. നമ്മൾ അഡീഷണൽ വേറെ പഞ്ചസാര അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നല്ല ലൂസിനായിട്ടാണ് നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത്. ഒഴിക്കാം, ഞാനങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മതിയോ? കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നേ. ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടെ മിക്സ് ചെയ്യുവാണേ. തേങ്ങ നല്ല കുഞ്ഞമ്മ നല്ല ഇങ്ങനെ പിഴിഞ്ഞെന്നാണോ പറയുന്നത്, നല്ല ഉടച്ചിട്ടൊക്കെ ആട്ടോ മിക്സ് ചെയ്യുന്നത്. തേങ്ങേൻ്റെ ആ ഒരു പാനിയും കൂടെ അതിനകത്താവുന്ന രീതിക്ക് നല്ല ഉടച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യണം. നമുക്ക് നല്ല കൈ വെച്ചിട്ടൊക്കെ കുഴയ്ക്കാം. ചപ്പാത്തി മാവ് ആവുന്ന പോലെ നല്ല സോഫ്റ്റായിരിക്കും. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം ഓക്കെ ആണ്. അപ്പം ബാലൻസ് ആണ് ഇത്രയും ഉണ്ട്. എല്ലാം ഒഴിക്കേണ്ട, കാരണം കുറച്ചും കൂടെ വേവുമ്പോൾ നല്ല മധുരമായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞ് ഏലക്കയും കൂടെ കുറച്ച് പൊടിച്ചിടണമെന്ന്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നല്ല സോഫ്റ്റായിട്ട് കുറച്ച് ലൂസിലാട്ടോ ലാസ്റ്റ് നമ്മൾ പരത്തിയത്. നല്ല ചൂട് പുറത്ത് പിടിക്കുമ്പം തന്നെ നമ്മൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. വിറക് അടുപ്പിലാണ് നമ്മളിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തീ സംഭവങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. വന്നിട്ട് പഴയ സംഭവമാണ് കേട്ടോ. ഇതിൽ തന്നെ ചെയ്യണമെന്ന് ഇങ്ങനെ പപ്പ പറഞ്ഞതിന് ശേഷമാണ് ഇത് എടുത്തത്. ചെമ്പിൻ്റെ ഒരു പഴയ സാധനത്തിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് തന്നെ നമുക്ക് കുക്കിങ്ങിലെടുക്കാം. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും.
വെച്ചിട്ടുള്ളൊരു സ്നാക്സ് നമ്മൾ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഗ്യാസിലൊക്കെ വെക്കുന്നതിനെക്കാട്ടി ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴും ആ ചെമ്മിൻ്റെ പാത്രത്തിലേക്ക് വെക്കുമ്പോൾ മറ്റേതിനെക്കാട്ടി ഒരു ടേസ്റ്റ് വ്യത്യാസം കാണുമെന്നാണ് കുഞ്ഞമ്മയും പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എത്ര നേരം ആവണം? 1.25 മണിക്കൂർ. ഓക്കെ, നമ്മൾ ടൈം നോക്കാം. 1 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ നോക്കാം. ഇലയെല്ലാം വാടി നല്ലതായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതെടുക്കാം. ഫൈനലി നമ്മുടെ സാധനം റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. എന്തായാലും ചുമ്മാ ഞാൻ ഷെയർ ചെയ്തേന്നുള്ളൂ. അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അഖില ജീന മൈസ്റ്റർ.